ചേർന്നിരിപ്പുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാകുന്നു ആ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തുന്ന ഓരോ മനുഷ്യനും. എപ്പോഴും അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളാണ് VSന്റെ കോർ വിഷയങ്ങൾ. അതുതന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും അടുത്ത ഏറ്റവും പ്രതീക്ഷയുള്ള വാക്കായി VS മാറുന്നത്. VS എന്ന വാക്കൊരു പ്രതീക്ഷയുടെ വാക്കായിരുന്നു. അടിച്ചമർത്തപ്പെടുന്നവൻ്റെ വേദനയ്ക്ക് ഒരു മറുപടി പറയാൻ, അവൻ്റെ ആവശ്യത്തിന് ശബ്ദമുയർത്താൻ ഒരു മനുഷ്യനുണ്ടെന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ അസ്തമിക്കുന്നത്. പക്ഷേ VS ബാക്കി വെച്ച പോരാട്ടത്തിൻ്റെ ചൂടും അത് ഈ മണ്ണിൽ ബാക്കിയാകും. വരുംകാലത്തെ പോരാട്ടത്തെ നയിക്കാൻ, അതിന് ഊർജ്ജമാകാൻ VSന്റെ വാക്കുകൾ, നിലപാടുകൾ, അദ്ദേഹത്തിന്റെ പോരാട്ട ചരിതങ്ങൾ അതെന്നും എല്ലാ സമൂഹത്തിനോടൊപ്പവും മലയാളിയും കേരളക്കരയും മനുഷ്യനുള്ളിടത്തോളം കാലം ബാക്കിയായിട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾക്കറിയുന്ന പോലെ തന്നെ തൊഴിലാളികൾ രാഷ്ട്രീയമാണ്, അടിസ്ഥാന വർഗക്കാരുടെ രാഷ്ട്രീയമാണ്. അസംഘടിതമായ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവന്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധപ്പെടുത്തി പിന്നീട് അങ്ങോട്ട് മനുഷ്യന്റെ അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി, അത് ഭൂമിയാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും അതിനപ്പുറത്തേക്ക് നീതിപീഠങ്ങളിൽ നിന്ന് കിട്ടേണ്ട നീതിയാണെങ്കിലും അതിനുമപ്പുറത്തേക്ക് ഓരോ മനുഷ്യന്റെയും അസ്തിത്വത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, ആ പ്രതിസന്ധികൾക്ക് വേണ്ടി, ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പോരാട്ടത്തിന് വേണ്ടി അവർ ഊർജം നൽകിയ മനുഷ്യൻ കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. ആ പ്രിയപ്പെട്ട മനുഷ്യനെ, ആ അത്ഭുതത്തെ കാണാൻ ജനസാഗരങ്ങൾ, ജനസാഗരം ഇപ്പോഴും ഓരോ ഇടങ്ങളിലും ഇത്തരത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നു. 12 മണിക്കൂർ പിന്നിടുകയാണ്, രാത്രി വൈകിയാണ്, വൈകി ഏറെ മണിക്കൂറുകൾ വൈകിയാണ് ആ വിലാപയാത്ര നീങ്ങുന്നത്. പക്ഷേ ആ രാത്രിയെ പകലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രിയപ്പെട്ടവർ. ഇത് അണികളെന്നോ പാർട്ടി പ്രവർത്തകരോ എന്നോ പറയുന്നതിലപ്പുറത്തേക്ക് VSന്റെ പട്ടാളമാണ്. VS എന്ന മനുഷ്യനെ അറിയുന്നവരാണ്. VS എന്ന മനുഷ്യൻ എന്ത് ബാക്കി വെച്ചു എന്ന് കൃത്യമായി ബോധ്യമുള്ളവരാണ്. അലക്സ മുഹമ്മദ് ചേർന്നു. അലക്സ്, രാത്രി വൈകി 2:30 ഈ പറഞ്ഞ സമയങ്ങളെല്ലാം മാറി പറയുന്നു. പക്ഷെ അപ്പോഴും ജനങ്ങൾ അതവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. പറഞ്ഞ സമയങ്ങൾ കൊണ്ട്, കൃത്യമായ സമയകൃത്യത കൊണ്ട് ആലപ്പുഴയിൽ എത്തും എന്നൊന്നും നമുക്കിനി പറയാൻ കഴിയില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ആലപ്പുഴയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ പ്രിയപ്പെട്ട സഖാവിനെ അവസാനം നോക്ക് കാണാൻ, ഇനി അങ്ങോട്ട് അദ്ദേഹത്തെ ഇങ്ങനെ കാണാനാകില്ല എന്നറിഞ്ഞ് ഏറെ സങ്കടപ്പെട്ടെത്തുന്ന മനുഷ്യരുടെ ഒരു വലിയ ഒഴുക്ക് അവിടെ കണ്ടു നമ്മൾ. അവിടെ പ്രായഭേദമന്യേ ഒരുപാട് മനുഷ്യരുണ്ട്. VSന്റെ കാലത്ത് VSനോടൊപ്പം ചേർന്ന് നിന്നവരുണ്ടാകും, അതിനപ്പുറത്തേക്ക് VSനെ കേട്ടറിഞ്ഞവരുണ്ടാവും. അങ്ങനെ VS എന്ന അത്ഭുതം അത് തലമുറകൾക്ക് അപ്പുറത്തേക്ക് ഇനിയും അങ്ങോട്ട് പാടി ഈ ലോകത്തെങ്ങും കേട്ടുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അലക്സ്. CPMന്റെ ശക്തിദുർഗമാണ്. VSനെ ഇങ്ങനെ ആരാധകർ, VSനെ സ്നേഹിക്കുന്നവർ, VSനെ സ്നേഹ വായ്പുകൊണ്ട് മൂടുന്നത് ആ കൊട്ടിയം കാണുന്നു. കൊട്ടിയത്താണ് ഈ ജനസാഗരം ഒഴുകിയെത്തിയിരിക്കുന്നത്. സുഹൈല, ഒന്ന് നോക്കുക, എത്രയാണ് ഈ വന്നു നിൽക്കുന്ന ജനസാഗരമെന്ന്. ഈ പുലർച്ചെ 2:45 അടുക്കുന്നു. അവർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, വിപ്ലവ ഇതിഹാസത്തെ ഒരു നോക്ക് കാണാനാണ് ഈ ജനസാഗരം ഇവിടെ ഇങ്ങനെ ഈ മണിക്കൂറുകൾ അത്രയും തമ്പടിച്ചു നിന്നത്. ഇപ്പോഴാണ് VSന്റെ ചേതനയേറ്റ ശരീരം കൊട്ടിയത്തിന്റെ മണ്ണിലേക്ക് എത്തുന്നത്. അത് കൊട്ടിയം കടന്നു പോകുന്ന അതിനു മുമ്പ് പ്രവർത്തകർ അവരുടെ അന്ത്യാഭിവാദനം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് നൽകുന്നതാണ് കൊട്ടിയം സാക്ഷ്യം വഹിക്കുന്നത്. അങ്ങേയറ്റം വൈകാരികമാണ്, അങ്ങേയറ്റം വികാരനിർഭരമാണ്. അവർ ആവേശത്തോടെ മുദ്രാവാക്യം കാണുന്നുണ്ട്. അവരുടെ കണ്ണു നിറഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ട്. അത്തരത്തിൽ ആ മുദ്രാവാക്യം ഇവിടെ ഇങ്ങനെ അലയടിക്കുന്നുണ്ട് സഹൈല. അവരുടെ കണ്ണും കരളുമായത് ഒരേ ഒരു നേതാവാണ്, അത് സാക്ഷാൽ വേലിക്കകത്ത് ശങ്കർ അച്യുതാനന്ദനാണെന്ന് അവർ വിളിച്ചു പറയുന്നുണ്ട്. VSന് മരണമില്ല എന്ന് പ്രവർത്തകർ ഉറക്കെ പറയുന്നതാണ്, മുദ്രാവാക്യം വിളിക്കുന്നതാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത്, നമ്മുടെ ദൃശ്യങ്ങളിലുള്ളത്. ആ കൊട്ടിയത്തിന്റെ മണ്ണിലൂടെയാണ് VSന്റെ ചേതനയേറ്റ ശരീരം കടന്നു പോകുന്നത്. ഈ ത്വയാക്ഷരിയെ ജനം നെഞ്ചേറ്റിയതത്ര എന്നുള്ളതിന്റെ മറുപടി ഇതിങ്ങനെ അവസാനിക്കുന്നില്ല. ഈ കാലം അത്രയും കടന്നുപോയാലും ഈ മലയാളം, എത്ര കാലം മലയാളം ഉണ്ടെങ്കിലും ഈ VS എന്ന ത്വയാക്ഷരി അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ആ വിപ്ലവ സൂര്യന്റെ തേജസ് അങ്ങനെ തന്നെ നിലനിൽക്കും. ആ ഓർമ്മകൾ, ആ പോരാട്ട ചരിത്രം അങ്ങനെ തന്നെ കേരളം നെഞ്ചേറ്റിയിരിക്കും എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഈ തെളിവാണ് അത്ര കണ്ട് ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഇതിൽ വിവിധ രാഷ്ട്രീയ
കക്ഷികൾ ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ഇതിനകത്തുണ്ട്. ഒരു പൊതുസമൂഹമാണ്, ഒരു പൊതുസമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഞാനത് പറയുന്നതിന് കാരണം ഈ വിലാപയാത്ര വന്ന വഴിയിലുടനീളം നമ്മൾ പല പ്രതികരണങ്ങളും തേടിയിരുന്നു. അതിൽ ചില മനുഷ്യർ വന്ന് പറയുന്നത് ഞാൻ കോൺഗ്രസ് ആണ്, ഞാൻ കേരള കോൺഗ്രസ് ആണ്, ഞാൻ CPI ആണ്, ഞാൻ BJP ആണ്, പക്ഷേ VS-നെ പോലൊരു നേതാവ് കേരളത്തിന്റെ നഷ്ടമാണ് എന്ന് പറഞ്ഞ് അവർ ഒഴുകി വന്ന എത്രയോ മനുഷ്യരെ ഞാൻ കണ്ടു. അത്തരത്തിൽ അത് പൊതുസമൂഹത്തിന്റെ നഷ്ടമാണ്, കേരളത്തിന്റെ ഒന്നാകെയുള്ള നഷ്ടമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിയ ജനങ്ങളാണ് അവർ. അവർക്ക് പാർട്ടി ഭേദമില്ല, അവർക്ക് അതായത് പ്രായഭേദമില്ല. അവരങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ വന്ന് നിൽക്കുന്നുണ്ട്. സുഹൈല, ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ജനസാഗരത്തിനിടയിൽ In 600 meters, take the Wentworth Avenue exit towards Mascot. യുവതികൾ അങ്ങനെ ഇതെത്ര കണ്ട് ഈ അവരുടെ അന്ത്യാഭിവാദനം ഇതെത്ര കണ്ട് ആവേശഭരിതമാകുമെന്ന് നോക്കുക. ആ വാഹനം അതവിടെ നിർത്തി, VS-നെ കൊണ്ടുവരുന്ന വാഹനം അവിടെ നിർത്തിയിരിക്കുകയാണ്. അതിന് കടന്നു പോകാൻ പറ്റാത്ത Take the Wentworth Avenue exit. ആ വിലാപയാത്ര കടന്നു വരുന്ന ആ വാഹനത്തെ വളഞ്ഞ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഭിവാദനം അർപ്പിക്കുന്നതാണ് കുട്യത്തിന്റെ വണ്ണ. In 300 meters, use the right lane to turn right onto Wentworth Avenue. തിരുവനന്തപുരം കടന്നുപോയ Use the right lane to turn right onto Wentworth Avenue. തിരുവനന്തപുരം വിലാപയാത്ര കടന്നു പോകുന്നത് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചത് 12-ാം മണിക്കൂറിലാണ്. 12-ാം മണിക്കൂറിൽ ബസ്രിയിൽ വരുന്ന സാധാരണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മണ്ണാണ്. അങ്ങനെ വിവിധ ഇടം തൊഴിലാളികളുടെ മണ്ണാണ് ഈ കൊട്ടിയം, കൊല്ലം, ഈ മേഖല. Continue on Wentworth Avenue for 800 meters. പോരാളിയെ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ നേതാവിനെ തങ്ങളുടെ ചോരയ്ക്ക് അതിനൊരു വിലയുണ്ടെന്ന് തങ്ങളെ പഠിപ്പിച്ച നേതാവിനെ അവർ അന്ത്യാഭിവാദനം നൽകുന്നു, അന്ത്യചുംബനം നൽകുന്നു എന്ന് വേണമെങ്കിൽ. In 600 meters, turn right onto Sutherland Street. മുദ്രാവാക്യം ഉയർത്തുന്നതാണ് സുഹൈലി ദൃശ്യങ്ങളിൽ കാണുന്നത്. അതൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് പുലർച്ചെ 3 മണിയാകാൻ പോകുമ്പോഴും ഈ ജനസഞ്ചയം ഇങ്ങനെ കാത്തു നിൽക്കുന്നു ഈ വഴിയിലുടനീളം എന്നുള്ളതാണ്. ഈ ദേശീയപാതയിൽ ഇനി കടന്നു പോകാനുള്ള ഇടങ്ങളിലെല്ലാം സമാനമായി വലിയ ജനസഞ്ചയത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ടിട്ടേ പോകൂ VS-നെ. വേലിക്കകത്ത് ശങ്കർ അച്യുതാനന്ദനെ ഇനി കാണാൻ സാധിക്കില്ല. കണ്ടിട്ടേ Turn right onto Sutherland Street. VS-ന്റെ ഒരു പൊതുപ്രസംഗം അവർ കേട്ടിട്ട്, VS-നെ ഒന്നൊരു പൊതുവേദിയിൽ അവർ കണ്ടിട്ട് എത്ര കാലമായിട്ടുണ്ടാകും. പക്ഷെ VS എവിടെയാണ് അവരുടെ ഉള്ളിൽ? VS അവരുടെ ഇടനെഞ്ചിലാണ്, ഹൃദയത്തിലാണ്. തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, ജീവന്റെ ഭാഗമാണ് ഈ നേതാവ് ഉറക്കെ പറയുന്നു. സുഹൈല, നമുക്ക് സിനിമാ താരങ്ങളൊക്കെ ആരാധകരായുള്ളവരുണ്ട്, മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇത് നോക്കൂ, ഇതൊരു രാഷ്ട്രീയ നേതാവ് എത്ര കണ്ട് ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. അവരുടെ ഹീറോ ആരാണ് എന്നുള്ളത് തെളിയിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് VS ഹീറോ ആയത്? VS-ന്റെ അനുഭവം കൊണ്ടാണ്, VS-ന്റെ ജീവിത പോരാട്ടം കൊണ്ടാണ്, VS-ന്റെ കടന്നുവരവ് കൊണ്ടാണ്, വഴി കൊണ്ടാണ്, വഴിത്താര കൊണ്ടാണ് VS അങ്ങനെ അടയാളപ്പെടുത്തി അങ്ങനെ വെക്കുന്നത്. VS-ന്റെ പോരാട്ട വീരം ആരംഭിക്കുന്നത് ഇന്നും ഇന്നലെയുമല്ല. VS തന്നെ ചെറുപ്പത്തിൽ 4-5 വയസ്സുള്ളപ്പോൾ VS തുടങ്ങിയതാണ് ജീവിതത്തോടുള്ള പോരാട്ടം. ആ പോരാട്ടം പിന്നെ ബ്രിട്ടീഷ് രാജവാഴ്ചക്കെതിരെയുള്ള പോരാട്ടമായി VS-ൽ അങ്ങനെ നാമ്പിടുന്നുണ്ട്. അത് ബ്രിട്ടീഷ് രാജവാഴ്ചക്കെതിരെ മാത്രമല്ല, ഈ നാട്ടിലെ നാടുവാഴിത്തത്തിനെതിരെ, അതുപോലെ ജന്മി കുടിയാൻ വ്യവസ്ഥയ്ക്കെതിരെയൊക്കെ VS-ന്റെ കലഹം അങ്ങനെ ആ ഘട്ടത്തിൽ നിറയുന്നുണ്ട്. തൊഴിലാളി ഒരു ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി മാറിയതിനു ശേഷം സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോട് In 400 meters, turn left onto King Street. കോൺഗ്രസിന്റെ ഭാഗമാകുന്നു, ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്നു. തൊട്ടു പിന്നാലെ VS വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുന്നു. 40-ൽ അധികം വൈകാതെ 17-ാമത്തെ വയസ്സിൽ VS കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നു. VS-നെ P. കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നു. VS-ന് സമുന്നതമായ ഉത്തരവാദിത്വം കൊടുക്കുന്നു. കുട്ടനാട്ടിലേക്ക് VS-നെ Turn left onto King Street. VS-നെ അയക്കുന്നു. അവിടെ ഒരു 18-കാരൻ നടത്തുന്ന പോരാട്ടം, അവിടെ നടത്തുന്ന ഇടപെടൽ കർഷക തൊഴിലാളികളെ ആദ്യഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് സുഹൈൽ ഒരു നേതാവായി മാറുന്നത്? പ്രിവിലേജുകളുള്ള നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. VS-ന്റെ കാലം ഏതാണ്? ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാനാകുന്ന ഒരു കാലമാണോ? അത് നിരോധനം ഉണ്ടായിരുന്നു. Continue on King Street for 1 kilometer. പോലുള്ള നേതാക്കൾ ഉയർന്നു വന്നത് ആ ഒരു ഘട്ടത്തിലാണ്. അത്തരത്തിലുള്ള ആ ഇടപെടൽ അവിടെ നിന്നാണ് ഈ കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ VS-നെ കൃഷ്ണപിള്ള നിയോഗിക്കുന്നത്. ഒളിവിലും തെളിവിലും ഇരുന്ന് പോരാട്ടം നയിക്കുന്നു, ആളുകളെ സംഘടിപ്പിക്കുന്നു, പ്രസംഗം നടത്തുന്നു.